നമ്മുടെ കുട്ടീസിനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു ചീസി മസാല പാസ്തയുടെ റെസിപ്പി ആട്ടോ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഒരു തവണ ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ വീണ്ടും വീണ്ടും ചോദിച്ചു കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു പാസ്തയുടെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ അറിയിക്കണേ. ആദ്യം തന്നെ നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ചൂടായിട്ട് വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്നും തിളച്ച് വരുമ്പോൾ ഒരു 1.5 കപ്പ് പാസ്തയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഈ ഒരു ടൈപ്പുള്ള പാസ്തയായിട്ട് എടുത്തിരിക്കുന്നത്, ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിനുശേഷം ഒന്നും മിക്സ് ആക്കി നന്നായിട്ട് തിളച്ചതിന് ശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് ഒന്നും നന്നായിട്ട് വെന്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇവിടെയാണെന്നുണ്ടെങ്കിലും പാസ്തയൊക്കെ നല്ലോണം വെന്ത് ശരിക്കും ഒന്നും സോഫ്റ്റ് ആയിട്ട് വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് ശേഷം പാസ്തയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്നും വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ കാണുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, നല്ലോണം തന്നെ വീർത്ത് ശരിക്കും സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു അരിപ്പയിലേക്ക് മാറ്റി ഇതേപോലെ വെള്ളമൊക്കെ നല്ലോണം തന്നെ ഒന്നും കളഞ്ഞെടുക്കാവേ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ എടുക്കുക. ഇതിനകത്തേക്ക് ഒന്നെങ്കിൽ ബട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ 1 ടേബിൾ സ്പൂൺ നെയ്യോ ചേർത്ത് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഇതേപോലെ പാസ്തയൊക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ബട്ടർ ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ നെയ്യ് ചേർക്കാവുള്ളൂ. വേറെ വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ പാം ഓയിലോ അങ്ങനെയൊന്നും ചേർത്ത് റെഡിയാക്കി എടുക്കരുതേ. നന്നായിട്ട് ഒന്നും കൂടി ചൂടായിട്ട് വരുമ്പോൾ ഒരു 4-5 വെളുത്തുള്ളി ഇതേപോലെ പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മാറ്റിയെടുക്കുന്നുണ്ട്. ഗ്യാസിന്റെ ഫ്ലെയിം ഒരു മീഡിയം അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 2 പഴുത്ത തക്കാളി ഇതേപോലെ മിക്സറുടെ ജാറിൽ നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുത്താട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല വലിപ്പമുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മതിയാവും. നന്നായിട്ട് പഴുത്തത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ തന്നെ നമ്മുടെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് എരിവുള്ളതൊന്നുമില്ല, ചെറിയൊരു എരിവ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മിക്സർ ഹെർബ്സും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തക്കാളിയിൽ അത്യാവശ്യം നല്ല വെള്ളമുണ്ട്. ഈ വെള്ളമൊക്കെ നല്ലോണം ഒന്നും കൂടെ വറ്റി ശരിക്കും ഒന്നും കൂടെ ഡ്രൈ ആയി വരണം. കണ്ടതാ, പൊടികളിലേക്ക് ആണെന്നുണ്ടെങ്കിലും പച്ചമണമൊക്കെ നന്നായിട്ട് മാറി തക്കാളിയിലെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഇതേപോലെ വെള്ളമൊക്കെ ഒന്നും കൂടെ വറ്റി വെന്ത് വന്നാൽ മാത്രം മതിയാവും. ഈ സമയം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി നമ്മുടെ മസാലയായിട്ട് ഒന്നും കൂടി യോജിച്ച് വന്നതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കവർ പാല് 1 കപ്പ് ഒന്നും വേണ്ട, ഒരു 1/4 കപ്പ് മാത്രം മതി കേട്ടോ. നമ്മൾ 1.5 കപ്പ് പാസ്തയിലേ എടുത്തിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1 കപ്പ് എടുത്താൽ മതി. ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു. നമ്മുടെ മസാലയായിട്ട് പാസ്തയൊക്കെ നല്ലോണം ഒന്നും കൂടി യോജിച്ച് വരാൻ പാകത്തിന് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയായിരുന്നു. പാലും നന്നായിട്ട് ഒന്നും കൂടി ചൂടായിട്ട് വരുമ്പോൾ ഇതേപോലെ 3 സ്ലൈസ് ചീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൊസറല്ല ചീസാണ് കയ്യിലുള്ളെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചീസിന്റെ ക്യൂബ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഇതേപോലെ 3 ഷീറ്റ് ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും ഒന്നും കൂടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ആ 1.5 കപ്പ് പാസ്ത എടുത്തപ്പോൾ ഈ ഒരു പാലിന്റെ അളവ് കറക്റ്റ് ആയിരുന്നു. ചീസും കൂടി ചേർന്ന് വന്നപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ടേ. ഇതേപോലെ നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി ശരിക്കും നമ്മുടെ ഈ പാസ്തയായിട്ട് മസാല ഒന്നും കൂടി യോജിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്യാസിന്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 5 മിനിറ്റ് അത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ പാസ്തയിലേക്ക് മസാലയൊക്കെ നല്ലോണം ഒന്നും കൂടി യോജിച്ച് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഒന്നും കൂടെ മിക്സ് ആക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ആക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസി മസാല പാസ്തയുടെ റെസിപ്പി അല്ലേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് എരിവുള്ള മുളക് പൊടി ചേർക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, സിമ്പിളാണ്. അപ്പോൾ മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. നമ്മൾ ചീസൊക്കെ ചേർത്തുകൊണ്ട് ഒരുപാട് തണുത്ത് പോകാതെ ചൂടോട് കൂടി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ അടിപൊളി വീഡിയോസ് റെസിപ്പീസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.